നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. സക്കീർ നായിക്കിനെ വേട്ടയാടുന്നത് ആര്? സക്കീർ നായിക്കിനെ വേട്ടയാടുന്നത് ആര്? ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ഒ അബ്ദുള്ള, ശ്രീ ടി ജി മോഹൻദാസ്, ഡോക്ടർ ഫസൽ ഗഫൂർ, മായിൻ ഹാജി, ഫക്രുദ്ദീൻ അലി എന്നിവർ. ധാക്ക ഭീകരാക്രമണത്തിന് താൻ പ്രചോദനമായിട്ടില്ലെന്ന് ഇസ്ലാം മതപ്രഭാഷകൻ സക്കീർ നായിക് പറഞ്ഞു. തനിക്കെതിരെ മാധ്യമ വിചാരണ നടക്കുന്നു. ഭീകരതയെ താൻ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്നും എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളെയും അപലപിക്കുന്നു എന്നും സക്കീർ നായിക് പറഞ്ഞു. സൗദി അറേബ്യയിലുള്ള സക്കീർ നായിക് സ്കൈപ്പ് വഴി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത്. ഏറെ പ്രതിഷേധങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും ഒടുവിലാണ് ദക്ഷിണ മുംബൈയിലെ മസ്ഗാവിലെ ഹാളിൽ ഒരുക്കിയ സ്കൈപ്പ് സാങ്കേതികവിദ്യ വഴി ഡോക്ടർ സക്കീർ നായിക് മാധ്യമപ്രവർത്തകരെ അഭിമുഖീകരിച്ചത്. കഴിഞ്ഞ 25 വർഷമായി മതപ്രഭാഷണങ്ങൾ നടത്തുന്ന താനൊരിക്കലും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞാണ് ഡോക്ടർ നായിക് പത്രസമ്മേളനത്തിന് തുടക്കമിട്ടത്. Any inquiry, any official government authority wants, I am willing to cooperate 100%. I will answer any query. And if I can catch any terrorist anywhere in the world, whether India or outside India, who is killing innocent human beings, it would be my pleasure to cooperate, because I condemn the killing of all innocent human beings. I would like the media to hear this. ചാവേർ ആക്രമണങ്ങളെ ന്യായീകരിച്ച് സംസാരിച്ച ഡോക്ടർ സക്കീർ നായിക് യുദ്ധതന്ത്രമെന്ന നിലയിൽ മാത്രമാണ് ഇതിനെ കണ്ടിട്ടുള്ളതെന്നും പറഞ്ഞു. നിലവിലുള്ള 30 ആരോപണങ്ങൾക്കുള്ള മറുപടികൾ അടങ്ങുന്ന പെൻഡ്രൈവ് മാധ്യമങ്ങൾക്ക് കൈമാറുമെന്ന് ഡോക്ടർ നായിക് അറിയിച്ചു. പത്രസമ്മേളനം നടത്തുന്നതിൽ വിരോധമില്ലെന്ന നിലപാട് സ്വീകരിച്ച മുംബൈ പോലീസ് പക്ഷേ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഉള്ളടക്കം പരിശോധിക്കുമെന്നും അറിയിച്ചു. മാധ്യമങ്ങളെ കാണുവാനുള്ള ശ്രമങ്ങൾ പല പ്രാവശ്യം റദ്ദാക്കിയതിനൊടുവിലാണ് ഇന്ന് മുംബൈയിൽ സ്കൈപ്പ് വഴി ഡോക്ടർ നായിക് മാധ്യമ വിചാരണകൾക്ക് മറുപടി നൽകിയത്. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. ഡോക്ടർ ഫസൽ ഗഫൂർ, സക്കീർ നായിക്കിനെ മാധ്യമങ്ങൾ വേട്ടയാടുന്നു, മാധ്യമ വിചാരണയ്ക്ക് താൻ തയ്യാറല്ല എന്നാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത്. ഇന്ത്യയിലേക്ക് തൽക്കാലം ഈ മാധ്യമ വിചാരണ നേരിടാനായി താൻ വരുന്നില്ല എന്നും. എന്താണ് ഈ പശ്ചാത്തലത്തിൽ സക്കീർ നായിക്കിനെ കുറിച്ചുള്ള വാർത്തകൾ ഇവിടെ പ്രചരിക്കുമ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂറിന് പറയാനുള്ളത്? ഈ സക്കീർ നായിക്ക് ഒരു തീവ്രവാദത്തിൽ ഏർപ്പെട്ട ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വളരെ ചെറുപ്പത്തിൽ തൊട്ട് അറിയുന്ന വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ മത പ്രബോധന ശൈലിയോട് കടുത്ത വിയോജിപ്പുള്ള ഒരാളാണ്. ഇന്ത്യമായിട്ടൊരു ബഹുസ്വര സമൂഹത്തിൽ മറ്റു മതങ്ങളുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ചർച്ചകൾ സംഘടിപ്പിക്കുകയും അത് സ്നേഹസംവാദം എന്ന പേരിലാണെങ്കിൽ കൂടി അവസാനം നമ്മൾ കാണുന്ന, ഇപ്പൊ നമ്മൾ ഇന്റർനെറ്റിൽ തന്നെ നോക്കിയാൽ അറിയാം, അതിൽ നമ്മൾ മതം തിരിഞ്ഞുകൊണ്ട് ആൾക്കാർ തമ്മിൽ പോരാടുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇവിടെ സ്നേഹസംവാദം നടക്കുന്നില്ല, അനാവശ്യമായിട്ടുള്ള തർക്കശാസ്ത്രമാണ് നടക്കുന്നത്. ഈ തർക്കശാസ്ത്രം കൊണ്ട് ഇപ്പോൾ സമൂഹത്തിലും സമുദായങ്ങളുടെ ഇടയിലൊക്കെ ചേരിതിരിവുണ്ടായിട്ടുണ്ട്. ആ ചേരിതിരിവ് മാത്രമാണ് ഇതിന്റെ പ്രശ്നം. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹവും തീവ്രവാദവും കൂടെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ. അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ അത് പോലീസാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് അതിനുള്ള സാധ്യതകൾ കുറവാണ്. അദ്ദേഹം ഒരു ഒരു മതമൗലികവാദിയാണ്. ആ കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമല്ല. പല കാര്യങ്ങളും സ്ത്രീ വിദ്യാഭ്യാസത്തെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് അദ്ദേഹം ഗാന്ധിജിയെ പറ്റി തന്നെ ഒരു കമന്റ് പാസ്സാക്കിയിട്ടുണ്ട്. ആ കമന്റുമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഒരു മെച്യൂർ ആയിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ തിരിച്ചു വരാം ഡോക്ടർ ഫസൽ ഗഫൂർ. ശ്രീ ടി ജി മോഹൻദാസ്, ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ ഇപ്പോൾ സക്കീർ നായിക്ക് സ്നേഹസംവാദം നടത്തുക, അല്ലെങ്കിൽ ഒരു മതപ്രഭാഷകൻ എന്നുള്ള നിലയ്ക്ക് മറ്റു മതങ്ങളിലെ പ്രഭാഷകർ നടത്തുന്നത് പോലെയുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപക്ഷെ ആളുകൾ തമ്മിൽ അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് പല തട്ടുകളിൽ അവർ നിൽക്കുന്നുണ്ടാകാം, ആളുകൾ നിൽക്കുന്നുണ്ടാകാം, അതിൻ്റെ പുറത്തുള്ള ചേരി തിരിവുകളുണ്ടാകാം. മതമൗലികവാദത്തിൻ്റെ പേരിൽ സക്കീർ നായിക്കിനെ എതിർക്കുമ്പോഴും അദ്ദേഹം പറയുന്ന നിലപാടുകളിൽ പലതിനോടും എതിർക്കുമ്പോഴും അദ്ദേഹത്തെ നാട് കടത്തേണ്ടവനാണെന്നോ ഇന്ത്യയുടെ സമാധാനം കളയുന്ന ഒരാളാണെന്നോ സക്കീർ നായിക്കിനെ കുറിച്ച് കരുതേണ്ടതില്ല എന്നാണ് ഡോക്ടർ ഫസൽ ഗഫൂറിനെ പോലുള്ളവരും പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി ശ്രീ വെങ്കയ്യ നായിഡു പറയുന്നത് പീസ് TV ഇന്ത്യയുടെ ശാന്തി കളഞ്ഞു എന്ന്? അല്ല, അത് വ്യക്തമല്ലേ ഡോക്ടർ ലാൽ? ഇപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ സക്കീർ നായിക്ക് വിളിച്ച് പറഞ്ഞുകൊണ്ടാണ്. സക്കീർ നായിക്കിനെ നാട് കടത്തണോ അതോ ജയിലിലടയ്ക്കണോ, ഇതൊക്കെ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തോട്ടെ, ഞാനതിലൊന്നും അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഇന്ന് സക്കീർ നായിക് പറഞ്ഞത് പച്ചക്കള്ളമാണ്.
വെറുതെ ഒന്ന് യൂട്യൂബിൽ കയറിയിട്ട് സക്കീർ നായിക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ മനുഷ്യ ബോംബിനെ ന്യായീകരിക്കുക, തീവ്രവാദത്തെ ന്യായീകരിക്കുക, എവറി മുസ്ലിം ഹാസ് ടു ബി എ ടെററിസ്റ്റ്, ഇത് അദ്ദേഹത്തിൻ്റെ വാക്കാണ്. എത്ര കാലമായി ഈ മനുഷ്യൻ ഈ മതപ്രബോധനത്തിൻ്റെ പേരിൽ ഈ നോൺസെൻസ് എഴുന്നള്ളിക്കുന്നതെന്ന് അറിയാമോ? ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇതിൽ കുറച്ച് പേര് പ്രഭാവിതരായിപ്പോയാൽ ഞാൻ പറയട്ടെ, നമ്മുടെ വാക്കുകൾ പലരും പല രീതിയിലാണ് ഉൾക്കൊള്ളുന്നത്. ചിലർ ഇത് നോൺസെൻസ് ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയും. അതിലൊരാളാണ് ഡോക്ടർ ഫസൽ ഗഫൂർ. അദ്ദേഹം വളരെ പുരോഗമന ചിന്താഗതിയുള്ള ഉൽപ്പതിഷ്ണുമായ നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹം അത് കേട്ടെങ്കിലും ഇതൊക്കെ മഹാമോശമാണല്ലോ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. വേറെ ചിലർ ഓഹോ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്, എന്നാൽ പിന്നെ ചെയ്താലോ എന്നാലോചിക്കുന്നവരും ഉണ്ടാകും. മനുഷ്യ മനസ്സുകൾ പലരും ദുർബലന്മാരാണ്, പെട്ടെന്ന് സ്വാധീനിക്കപ്പെടുന്നവരാണ്, എടുത്ത് ചാടുന്നവരാണ്, പലരും ഉണ്ട്. ഇവരൊക്കെ ചേർന്ന വലിയൊരു സമൂഹം, സക്കീർ നായിക്ക് തന്നെ അവകാശപ്പെടുന്നത് 10 കോടി പേർ തൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ 10 കോടിയിൽ ഒരു 10,000 പേര് പ്രഭാവിതരായാൽ മതി, കാര്യം നടന്നു. ഇപ്പോൾ ഈ സംഭവിച്ചത് എന്താ? ഡാക്കയിലെ 2 പേര് പറഞ്ഞു ഞങ്ങളെ സക്കീർ നായിക്കിൻ്റെ പ്രഭാഷണങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. കേരളത്തിൽ നിന്ന് പോയി സക്കീറിൻ്റെ പിടിയിൽ പെടാതെ തിരിച്ചു വന്ന ഒരാൾ, അയാൾ ക്രിസ്ത്യാനിയാണ്, അയാളും പറഞ്ഞു ഞാനിങ്ങനെ കണ്ണിലേക്ക് നോക്കാനൊക്കെ പറഞ്ഞു. ഈ വിഷയത്തിൽ സക്കീർ നായിക്ക് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ പേരിൽ ഒരു ചർച്ച സംഘടിപ്പിക്കുകയാണ്. സക്കീർ നായിക്ക് തന്നെ ചോദിക്കുന്നത് എന്താണ്, ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതിന് എവിടെയാണ് തെളിവുള്ളത്? ഇപ്പൊ ടി ജി മോഹൻദാസ് തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ അദ്ദേഹം യൂട്യൂബിൽ പല അദ്ദേഹത്തിന്റെ വീഡിയോകൾ വരുന്നുണ്ട്. ഇതിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ വീഡിയോകൾ എന്നുള്ള നിലയ്ക്ക് ഏതാണ് സർക്കാരിന് ചൂണ്ടിക്കാട്ടാനുണ്ടാകുക, താങ്കളെപ്പോലുള്ളവർക്ക് പറയാൻ സാധിക്കുക? ഇന്നിപ്പോൾ ധാക്കയിലെ കാര്യം അങ്ങ് പറഞ്ഞല്ലോ. ഈ ധാക്കയിൽ ബംഗ്ലാദേശ് സർക്കാർ ഈ തീവ്രവാദ ആക്രമണം നടന്നതിന് ശേഷം സക്കീർ നായിക്കിനെ അദ്ദേഹത്തിൻ്റെ പീസ് ടിവിയെ നിരോധിക്കുന്നതിന് ഇടയാക്കിയത് അവിടെ തന്നെയുള്ള ഒരു പത്രം എഴുതിയത് വായിച്ചിട്ടാണ്. ആ പത്രം പോലും ഇപ്പോൾ പഴയ ആവേശത്തിൽ സക്കീർ നായിക്കിനെ തിരുത്തി ഈ രീതിയിൽ തള്ളിപ്പറയുന്നില്ല. ആ നിലയ്ക്ക് എങ്ങനെയാണ് ഒരു തെളിവ് നമുക്ക് സക്കീർ നായിക്കിനെതിരായി പറയാൻ സാധിക്കുക? അല്ല, ഉള്ള തെളിവ് സ്വീകാര്യമല്ല എന്നുള്ള കോടതിയിലെ വാദമാണ് ഡോക്ടർ ലാൽ ഇപ്പോൾ ഉന്നയിക്കുന്നത്. ലാൽ സക്കീർ നായിക്കിൻ്റെ നല്ലൊരു അഡ്വക്കേറ്റാണ്. ഇത് ഒഫീഷ്യൽ വീഡിയോയാണോ, ഫാബ്രിക്കേറ്റ് ചെയ്തതായി കൂടെ, എഡിറ്റ് ചെയ്തതായി കൂടെ, ഇത് ഇങ്ങോട്ടല്ലേ ലാൽ ഈ ചർച്ച കൊണ്ടുപോകുന്നത്? എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോകൾ കിടന്ന് കളിക്കുന്ന കാലത്ത് തന്നെ സക്കീർ നായിക്ക് പറയണമായിരുന്നു എൻ്റെ പേരിൽ നോൺസെൻസ് പ്രചരിക്കുന്നു, ഇത് ഫോൾസ് ആണ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിന് ഇമെയിൽ അയച്ചാൽ ആ സെക്കൻഡിൽ അവരെല്ലാം കൂടെ ബ്ലോക്ക് ചെയ്യും. എന്തിന്? എനിക്കും ലാലിനും പോലെയുള്ളവർക്ക് പോലും ഉള്ള ഫെസിലിറ്റിയാണ്. നമ്മുടെ പേരിൽ ആർക്കും യൂട്യൂബിൽ ഒരു കള്ള വീഡിയോ എന്നിട്ട് കളിക്കാൻ പറ്റില്ല. ആ സെക്കൻഡിൽ റിപ്പോർട്ട് ചെയ്താൽ അപ്പോൾ അവർ ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അന്വേഷിക്കുന്നത് ന്യായമാണോ നുണയാണോ എന്നൊക്കെ. അതുകൊണ്ട് ലാൽ ഈ ഇതുപോലത്തെ വികടവാദങ്ങളൊക്കെ ഉന്നയിക്കാതെ എത്ര കാലമായി ഈ മനുഷ്യൻ ഇതൊക്കെ പറയുന്നു. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം ശരിയാണെന്ന് അന്വേഷിക്കുകയാണ് നമ്മുടെ ഈ ചർച്ചയിലൂടെ. സക്കീർ നായിക്കിന്റെ വക്കീലായിട്ടല്ല ഞാൻ ഈ ചർച്ചയിൽ ഇപ്പോൾ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. മറ്റുള്ളവരോട് ചോദിക്കുമ്പോഴും സക്കീർ നായിക്കിനെ എത്രത്തോളം നമുക്ക് ന്യായീകരിക്കാനാകുക എന്ന ചോദ്യമാണ് വരിക. അങ്ങനെയാണെങ്കിൽ ടി ജി മോഹൻദാസ് സക്കീർ നായിക്കിന്റെ എതിർ ഗ്രൂപ്പിന്റെ വക്താവായി വക്കീലാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ ആ നിലയ്ക്ക് നമുക്ക് ഈ ചർച്ച കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പക്ഷേ ശ്രീ ടി ജി സക്കീർ നായിക്ക് തന്നെ പറയുന്നത് പോലെ ഒരാളെ നമുക്ക് തീവ്രവാദി എന്ന് വിളിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങൾ കേട്ടാണ് ആളുകൾ തീവ്രവാദത്തിലേക്ക് പോകുന്നത് എന്ന് സർക്കാർ പറയണമെങ്കിൽ അവിടെ ഒരു തെളിവ് നൽകണ്ടേ? ആ തെളിവ് എന്താണ്? ആ തെളിവാണെന്ന് യൂട്യൂബിൽ കിടക്കുന്ന വീഡിയോകൾ അതിന്റെ തെളിവാണ്. ഇത് എത്രയോ കാലമായിട്ടുണ്ടല്ലോ. സക്കീർ നായിക്ക് തന്റെ വീഡിയോ അല്ല എന്ന് സക്കീർ നായിക്ക് പറയുന്നുണ്ട്. ഇത്രയും കാലം ഇതൊക്കെ യൂട്യൂബിലും അല്ലെങ്കിൽ ഇന്റർനെറ്റിലും ഒക്കെ ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർക്ക് തോന്നിയത് ഈ പീസ് ടി വി, ഇന്ത്യയിൽ സംപ്രേഷണത്തിന് അനുമതി പോലും കൊടുത്തിട്ടില്ലാത്ത പീസ് ടി വി നിരോധിക്കണമെന്ന്? ഈ പീസ് ടി വിക്ക് പെർമിഷനെ കൊടുത്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് നിരോധിക്കുക? പെർമിഷൻ ഇല്ലാത്ത ടി വി ആണത്. അത് DVD എടുത്തിട്ട് കേബിൾ ഓപ്പറേറ്റർമാരെ സ്വാധീനിച്ചിട്ട് അവർക്ക് കൊടുത്ത് അവരിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു ബോംബെയിലും മറ്റും. അതിപ്പോൾ 4 ദിവസമായിട്ട് അത് നിർത്തി. ടി ജി മോഹൻദാസ് പറയുന്നത് ഈ രീതിയിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. നേരത്തെ സക്കീർ നായിക്ക് സൂയിസൈഡ് ബോംബിങ്ങിനെ കുറിച്ച് പറഞ്ഞതൊക്കെ ആണ് ഈ പീസ് ടി വിയിലൂടെ പറയുന്നത് എന്നാണോ? അതെ, സംശയം എന്താ? സക്കീർ നായിക്കിന് പീസ് ടി വി അല്ലാതെ അദ്ദേഹത്തിൻ്റെ പൊതുയോഗങ്ങളുണ്ട്. അതിൽ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് അദ്ദേഹം സംസാരിക്കാറുണ്ട്.
സക്കീർ നായിക്ക് ചെറിയൊരു പ്രതിഭാസമൊന്നുമല്ല. തിരുവനന്തപുരത്ത് ഒരു 3-4 വർഷം മുമ്പ് വന്നിരുന്നല്ലോ ഒരു ഖുറാൻ സമ്മേളനത്തിന്, കേരള യൂണിവേഴ്സിറ്റി ഫെസിലിറ്റേറ്റ് ചെയ്ത, അതിൽ വന്നിട്ട് സംസാരിച്ചിട്ട് പോയി. ഞാൻ നേരിട്ട് കേട്ടതാണ്. അതിനകത്ത് പക്ഷേ ഈ നോൺസെൻസ് ഒരു പക്ഷേ കേരളം ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇതൊന്നും പറഞ്ഞില്ല. ശരി, ശ്രീ ടി ജി മോഹൻദാസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ സക്കീർ നായിക്കിന്റെ തല വെട്ടുന്നവർക്ക് 50 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറയുന്നവരെ ഇവിടെ ഏത് ഗണത്തിൽപ്പെടുത്തണം? അവരെ ഇപ്പോൾ കൊള്ളാവുന്ന ഗണത്തിൽപ്പെടുത്തേണ്ട സ്ഥിതിയാണ്. കാരണം ഇതിനു മുമ്പ് മറ്റേ ഇയാളുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ഒളിച്ചു താമസിക്കുന്ന മനുഷ്യൻ, അയാളുടെ തലയ്ക്കും 50 ലക്ഷം രൂപ വിലയിട്ടിരുന്നു. എഴുത്തുകാർക്കും പ്രാസംഗികർക്കും ഒക്കെ വിലയിട്ട് അവർക്ക് നല്ല മാർക്കറ്റാണ്. അപ്പോൾ ഇപ്പുറത്തും തോന്നുമല്ലോ 50 ലക്ഷം കൊടുക്കാം, തല വെട്ടയാൽ 50 ലക്ഷം കൊടുക്കാം. നാളെ സക്കീർ നായിക്ക് പറയാൻ പോകുന്നത് എനിക്കറിയാം, തല വെട്ടാതിരുന്നാൽ 1 കോടി ഞാൻ തരാമെന്ന് അയാൾ പറയും. ശരി, ഞാൻ കച്ചറകളെയൊക്കെ എഴുന്നള്ളിക്കാതെ ഇപ്പോ ടി ജി മോഹൻദാസ് പറയുന്നത് അനുസരിച്ച് സാത്വി പ്രാച്ചിയെ പോലുള്ളവരെ നല്ല ആളുകളുടെ ഗണത്തിൽപ്പെടുത്തണം, സക്കീർ നായിക്കിനെ തീവ്രവാദികളുടെ കൂട്ടത്തിലും പെടുത്തണം, അതിനുള്ള തെളിവ് ഉണ്ട്. ഇതാണ് ഇപ്പോൾ പ്രചരണത്തിൽ വരുന്ന കാര്യങ്ങൾ. ഹലോ, ഡോക്ടർ ഫസൽ ഗഫൂർ പറയൂ. സാധ്വി പ്രാച്ചി, പ്രവീൺ ടൊഗാഡിയ, VH സിംഗാൽ, അവരൊന്നും സാക്കിർ നായിക്കായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ഞാൻ അത് കറക്റ്റായിട്ട് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന വ്യക്തികളൊക്കെ ന്യൂനപക്ഷ വിരോധം അല്ലെങ്കിൽ മുസ്ലിം വിരോധമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഹിന്ദു മതവും ഹിന്ദു സംസ്കാരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അന്ധമായിട്ടുള്ള മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുക, അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വർഗീയ ലഹളകൾ ഉണ്ടാക്കുക. ആ വർഗീയ ലഹളകൾക്ക് ചിലപ്പോൾ ടൊഗാഡിയ പോയിട്ട് ഗുജറാത്തിൽ പോയി ചെയ്തിട്ടുള്ള കാര്യം നമുക്കറിയാം. ഈവൻ കേരളത്തിലൊന്ന് ടൊഗാഡിയ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹം സാക്കിർ നായിക്കിനുമായ ഒരു ഡോക്ടറാണ്. അപ്പൊ 2 ഡോക്ടർമാരായല്ലോ. സാക്കിർ നായിക്കിന്റെ വേറെ രീതിയാണ്. ആ രീതിയെ ഞാൻ അപലപിക്കുന്നു. ആ രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ് റിലിജൻ. നമ്മൾ ഈ കമ്പാരിറ്റീവ് റിലിജൻ എന്ന് പറഞ്ഞിട്ടുള്ളത് സ്നേഹ സംവാദമായിരിക്കണം. അത് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ കോമൺ എന്നുള്ളത് കണ്ടുപിടിക്കില്ല. പക്ഷെ സക്കീർ നായിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭഗവത്ഗീത എടുക്കും, അതേമാതിരി തന്നെ ബൈബിൾ എടുക്കും, എന്നിട്ട് ഖുറാൻ എടുത്തിട്ട് അദ്ദേഹം സംവദിക്കും. അദ്ദേഹം സംവദിച്ചിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവസാനം ഈ ഭഗവത്ഗീതയിലും ഖുറാനിലും മറ്റേ ബൈബിളിലുള്ളതൊക്കെ തെറ്റാണ്, ഖുറാനിലുള്ളത് മാത്രമാണ് ശരി എന്നുള്ളത്. അതിൽ തർക്കമില്ല. ഒരു മുസ്ലിം എന്നുള്ള നിലക്കും എന്നെയും ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ്. അതിന്റെ തർക്കമുള്ളത് എന്റെ മതമാണ് ശരിയെന്ന് എന്നോട് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ റോട്ടിൽ പ്രഭാഷണം ചെയ്യേണ്ട കാര്യമല്ല. മനസ്സിലായാലും ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞുതരാം. മഹാത്മാഗാന്ധി എവിടെ പോകുന്ന ഒരു ചോദ്യം സക്കീർ നായിക്കിനോട്. അപ്പൊ സക്കീർ നായിക്ക് ഖുറാനിൽ അത് ഉദ്ധരിച്ച് അവസാനം പറഞ്ഞു ഇയാളെ വളരെ നല്ല മനുഷ്യനാണ്, ഒരു സംശയവുമില്ല, പക്ഷെ ഇദ്ദേഹം തീർച്ചയായിട്ടും നരകത്തിൽ പോകും. അങ്ങനെയല്ലോ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ദൈവം തീരുമാനിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞല്ലോ. ലോകത്തുള്ള എല്ലാ ചോദ്യങ്ങൾക്കും സക്കീർ നായിക്കോ ഫസൽ ഗഫൂറിന് ഉത്തരം പറയേണ്ട ആവശ്യമില്ല. നമുക്കറിയുന്ന കാര്യങ്ങൾ പറയാം, എല്ലാ കാര്യവും നമുക്കറിയാം എന്നുള്ള ധാരണ ക്രിയേറ്റ് ചെയ്യും. മറുപടികൾ ചോദ്യങ്ങൾക്ക് നൽകുന്ന സക്കീർ നായിക്ക് പറയുന്നത് കേട്ടിട്ട് ചില ആളുകൾ ഈ സ്നേഹസംവാദത്തിൽ ചേരിതിരിഞ്ഞ് അടിയുണ്ടാക്കുന്നവരുടെ കൂട്ടത്തിൽ തീവ്രവാദികളൊക്കെ ആയി പോകുന്നുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ സക്കീർ നായിക്കിന്റെ മാധ്യമത്തെ തന്നെ നിരോധിക്കുക, സക്കീർ നായിക്ക് തീവ്രവാദിയാണെന്ന് പറയുക, അദ്ദേഹത്തിന്റെ തലവെട്ടുന്നവർക്ക് 50 ലക്ഷം പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെ ഇപ്പോൾ ചെയ്യേണ്ടതാണോ? അതാണ് ഞാൻ പറഞ്ഞത്, രണ്ടാണ്. സക്കീർ നായിക്ക് മറ്റൊരു മതത്തിനെതിരെ വിദ്വേഷം പരത്തുന്നില്ല. അദ്ദേഹം ഒരു തർക്കശാസ്ത്രം, എങ്ങനെയൊക്കെ അദ്ദേഹം കുറെ ഭഗവത്ഗീതയും മറ്റേ ബൈബിൾ. പിന്നെ ഒന്ന്, രണ്ടാമത്തെ കാര്യം, അദ്ദേഹം മുസ്ലിം സമുദായത്തിന്റെ ഒരു സെമിനാറിയും അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നില്ല. ദിയോബന്ദിനെ, ബറേലിവിനെ, അതാണല്ലോ മെയിൻ ആയിട്ടുള്ള. അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ ഫിക്കുകളുണ്ട്, ഫിക്കുകളൊക്കെ അദ്ദേഹത്തെ അതിനൊന്നും റെപ്രസെന്റ് ചെയ്യാം. വേണ്ട, കേരളത്തിലെ സംഘടനകളുണ്ട്, മുജാഹിദ്, ജമാഅത്ത്, സുന്നികൾ, അവരെ ആരും റെപ്രസെന്റ് ചെയ്യുന്നില്ല. അദ്ദേഹം ഒരു എവാഞ്ചലിസ്റ്റ് ആണ്, നമ്മുടെ തമ്പു ബ്രദേഴ്സിന്റെ ഒക്കെ മാതിരി. അപ്പൊ അദ്ദേഹത്തിന്റെ ശൈലിയിലുള്ള ഇസ്ലാമിക് ഇന്റർപ്രിട്ടേഷൻ ആയിട്ട് അദ്ദേഹം മുന്നോട്ട്. ഉദാഹരണം ഞാൻ പറയാം, അദ്ദേഹം ഡോക്ടറാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നു, അത് മെഡിക്കൽ കോളേജിൽ ആണും പെണ്ണും കൂടെ ഒരുമിച്ച് പഠിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് വളരെ മോശപ്പെട്ട പരിപാടിയാണ്. ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിച്ചാണ്, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാണെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള അരാജകത്വം ഉണ്ടാവും എന്നൊക്കെ അയാൾ പറയുന്നു. അയാൾ ഞങ്ങൾക്ക് തന്നെ, ഇപ്പൊ എനിക്ക് തന്നെ ഒട്ടും രസിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയാൻ, എന്റെ ഒരു കാഴ്ചപ്പാടും എന്റെ സമുദായത്തിന്റെ കാഴ്ചപ്പാടൊന്നല്ല അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, കാര്യങ്ങൾ, അത് പറയാനുള്ള സ്വാതന്ത്ര്യം. ഞാൻ വോൾട്ടേറിന്റെ വാക്കുകളൊന്ന് ഉദ്ധരിക്കട്ടെ. I may not agree with a single word you say, but I shall defend to the end of my life your right to say so. അതിന് കൂടെ ഒന്നും കൂടെ ഞാൻ ചേർക്കുന്നു, as long as it does not lead to communal disharmony. അവിടെയാണ് ഇഷ്യൂ എടുക്കുന്നത്. അതിന്റെ ഡെഫിനേഷനെ പറ്റിയിട്ടാണ്. അപ്പൊ സക്കീർ നായിക്കിനെ എതിർക്കാൻ വേണ്ടിയിട്ട് സാധ്വി പ്രാച്ചിയോ പ്രവീൺ തൊഗാദിയോ അങ്ങനെയുള്ള ആൾക്കാരെ ഡിഫെൻഡ് ചെയ്യുക, അത് അതിനെക്കാട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. യെസ്, ഞാൻ തിരിച്ചു വരാം ഡോക്ടർ ഫസൽ ഗഫൂർ. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇപ്പോൾ ശ്രീ ടി ജി മോഹൻദാസ് ഒക്കെ പറഞ്ഞതുപോലെ ഈ സക്കീർ നായിക്ക് ഈ മതപ്രഭാഷണത്തിലൂടെ ചിലരെയൊക്കെ
പ്രബുദ്ധരാക്കി അല്ലെങ്കിൽ അവരെ പ്രചോദിതരാക്കി തീവ്രവാദത്തിലേക്ക് നയിക്കുന്നുണ്ട്. ബംഗ്ലാദേശിലെ ധാക്കയിലെ പ്രശ്നമാണ് ചൂണ്ടിക്കാട്ടുന്നത്. അവിടെ തന്നെ ഈ ഡെയിലി സ്റ്റാർ എന്ന് പറയുന്ന പത്രമാണ് ഈ കാര്യങ്ങൾ പുറത്തുവിട്ടത്. അതിൻ്റെ പുറത്ത് അവിടെ സർക്കാർ പീസ് TV നിരോധിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഈ ഡെയിലി സ്റ്റാർ പോലും പുറകോട്ട് പോകുന്ന ഘട്ടത്തിൽ ഇത് ഇന്ത്യയിൽ സക്കീർ നായിക്കിന് ഇപ്പോൾ ഒന്ന് വരാനുള്ള അവസ്ഥയ്ക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ സക്കീർ നായിക്കിനെ നിരോധിക്കേണ്ടതാണ് എന്ന വാദം, അദ്ദേഹത്തിൻ്റെ തലവെട്ടാനുള്ള ആഹ്വാനങ്ങൾ, ഇത് എങ്ങനെയാണ് കാണേണ്ടത്? ഇത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം മാർക്കണ്ഡേ കഞ്ചു ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമാണ്, അതാണ് എനിക്ക് ഓർമ്മ. ഞാൻ മോഹൻദാസിനെ അതിശക്തമായിട്ട് എതിർക്കുമ്പോൾ ഒരു കൂട്ടർ കൈയടിക്കും, ഗംഭീരമായിട്ടുണ്ടെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന സക്കീർ നായിക്കിൻ്റെ ആളുകളെ അതിശക്തമായി എതിർത്ത് പൊളിച്ചെഴുതുന്ന സമയത്ത് വേറെ ചില ആളുകൾ അംഗീകരിക്കും, വേറെ ചില ആളുകൾ ഇങ്ങോട്ട് പറയും ഭയങ്കര ഇപ്പോൾ ഇയാൾ വലിയ ദേശസ്നേഹിക്കുക മറ്റേ അവസ്ഥ എന്ന് പറയും. ഇത് വല്ലാത്തൊരു അവസ്ഥ നമ്മുടെ നാട്ടിൽ ഒരു ട്രൂ സെക്യുലറായി ജീവിക്കാന്നുള്ളൂ. പക്ഷേ ഇവരുടെ മുന്നൊന്നും നമ്മൾ തോറ്റെടുക്കില്ല, അത് കാര്യം വേറെ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സക്കീർ നായിക്കിൻ്റെ വിഷയം ഒരു പക്ഷേ മോഹൻദാസ് ഇപ്പോൾ ആയിരിക്കും പറയുന്നത്. അതായത് ഞാൻ രാഹുൽ ഈശോയൊക്കെ ഇയാളെ തുറന്നു കാട്ടാൻ തുടങ്ങി 2 വർഷത്തോളമായി. കാരണം എന്ന് വെച്ചാൽ 2 വർഷം മുമ്പ് ഞാൻ ഇയാൾ ടോക്ക് ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ഒരു സെക്യുലർ സമൂഹത്തിന് യോജിക്കാത്ത രീതിയിലുള്ള മതപ്രബോധനമാണ് ഇയാൾ നടത്തുന്നത്. ഇയാൾ പറഞ്ഞ നേരത്തെ ഈ മോഹൻദാസിൻ്റെ ചൂണ്ടിക്കാലത്ത് തീവ്രവാദമായിട്ടുള്ള ബന്ധപ്പെട്ട് ഏത് കോണ്ടക്സ്റ്റ് ആണെങ്കിൽ പോലും അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. സ്വാഭാവികമായിട്ടും എന്നെ പോലെ അല്ലെ ഫസൽ ഗഫൂറിനെ പോലെ നല്ല ആളുകൾ ഇത് കേൾക്കുക. ആളുകൾ ഇപ്പോൾ തന്നെ പിള്ളേരെ വെച്ചാൽ അധികം നമ്മൾ സോഷ്യൽ സയൻസ് ഒന്നും പഠിക്കുന്നില്ല. ഈ എഞ്ചിനീയറിംഗ് മെഡിസിൻ പഠിച്ചു വരുന്ന കുട്ടി അതിൽ തല ഉണ്ടാവും. പക്ഷേ ജീവിതത്തിൻ്റെ അസ്തിത്വ സംബന്ധിയായ ചോദ്യങ്ങൾ വരുമ്പോൾ അവർ പലപ്പോഴും എന്താണ് ക്യാരിയുടെ അവയായി പോകും, വൈകാരികമായി പോകും. ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ കണ്ടൂസീവായിട്ട് ടെററിസത്തിനോ അതായത് മതമൗലികവാദത്തിനൊക്കെ കണ്ടൂസീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നതിന് ഇയാൾ ഒരു പങ്ക് വഹിക്കുന്നത്. ഇത് ഒരുപക്ഷെ സലഫികൾ എന്ന് പറയുന്ന വിഭാഗം അല്ലെങ്കിൽ വഹാബിസം പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യയിലെ വിഭാഗങ്ങളൊക്കെ പറയുന്ന പിന്തിരിപ്പൻ എന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ, അല്ലെങ്കിൽ ഒരു പടി കൂടെ മുന്നോട്ട് നിന്ന് ഈ സക്കീർ നായിക് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ആ നിലപാടുകളോട് നിങ്ങൾക്ക് ഉൾപ്പെടെ എതിർപ്പുകൾ ഉണ്ടാകാൻ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ. പക്ഷേ അങ്ങനെയുള്ള ആളുകളെ ഈ രീതിയിൽ ഇങ്ങനെ സന്ദർഭത്തിൻ്റെ കൂടെപ്പെടുത്തി നിരോധിക്കുകയും അവർക്കെതിരെ നടപടികൾ എടുക്കുകയും ചെയ്യുന്നതിനുള്ള കാരണം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഇത് പ്രധാനമായിട്ട് നിരോധിക്കേണ്ട വളരെ മുമ്പേ തന്നെ ഇയാളുടെ ചാനലുണ്ടായിരുന്ന ഏതെങ്കിലും രീതി വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് നിരോധിക്കേണ്ടതായിരുന്നു. പിന്നെ ഇയാളുടെ പ്രഭാഷണങ്ങളൊക്കെ അതാത് സമയങ്ങളിൽ ക്ലിപ്പ് ഇടേണ്ടതായിരുന്നു. ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്ന് ഇപ്പോൾ ധാക്കയിൽ നടന്ന ടെററിസ്റ്റ് അറ്റാക്കുമായി ബന്ധപ്പെട്ട് പ്രത്യേക സാഹചര്യത്തിൽ എല്ലാ വോയിസും നേരിട്ട് ഇപ്പോൾ പലരും ഈ പറയുന്ന ആളെ പറ്റി അറിയുന്നത് ഇപ്പോഴാണ്. ഞങ്ങളൊക്കെ പണ്ട് ചാനലിൽ പറഞ്ഞ സമയത്ത് ആളുകൾ ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ എന്നോട് പറയും നിങ്ങൾ അയാളെ പറ്റി ഇപ്പോൾ സംസാരിക്കും, ഞങ്ങൾ 2 വർഷമായിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാ ആയുധങ്ങളും എടുത്ത് ഇയാളെ നേരിട്ട് വരുമ്പോൾ കൂടെ സാദിഖ് ഹാജിയുടെ ഒക്കെ ചില പ്രസ്താവനകൾ കൂടി വരുമ്പോൾ അതിൻ്റെ കൂടെ മോഹൻദാസിനെ പോലുള്ള ആളുകൾ അങ്ങനെയാണെങ്കിൽ അവർ പറയുന്നത് തെറ്റില്ല എന്ന രീതിയിൽ മോഹൻദാസ് പറഞ്ഞതായിട്ടാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ മോഹൻദാസിന് തിരുത്താം. ഏതായാലും ഈ ഇതൊക്കെ വരുന്ന സമയത്ത് ഇപ്പുറത്തുള്ള ഈ ഇയാളൊരു മുസ്ലിമാണല്ലോ, പേര് കൊണ്ടാണെങ്കിലും ഇയാളെ പ്രഭാഷണം കൊണ്ടാണെങ്കിലും ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള ആളുകൾക്ക് ഒരു പേടിയുണ്ട്. ആ പേടി കുറേ കാലമായിട്ടുണ്ട്. ഈ പേടി സത്യത്തിൽ വളർന്നു വരികയും അത് ഈ കേരളത്തിലുള്ള സുന്നി വിഭാഗമാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ ഇയാൾ ഭീഷണി നേരിടുന്നത്. ഇത് ഈ ആഫ്രിക്ക മുഴുവനെ മേടിച്ചിട്ട് നമ്മുടെ സാധാ തോട്ടിലിട്ട പോലെ ആഫ്രിക്ക മുഴുവൻ നാട്ടിലെ എല്ലാ പിന്നെ മത്സ്യങ്ങളെ തിന്നു കളയും. അതുപോലെ തന്നെ ഇയാളെ ഈ ഒരു തീവ്ര സലഫിവാദം മറ്റ് സുന്നി വിഭാഗങ്ങളെ പോലും വീങ്ങുന്ന സന്ദർഭത്തിൽ പോലും അവർ പോലും പ്രത്യേകിച്ച് AP സുന്നി ഇല്ല EK സുന്നി വിഭാഗങ്ങൾ വരെ ഇയാൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ. പിന്നെ ഇപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാൽ കേരളത്തിൽ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും പിന്തുണക്കാരുണ്ട് ഇയാളുണ്ട്. പക്ഷേ അവരും ഭീകരവാദികളൊന്നല്ല, മതമൗലികവാദത്തിന് ലൈനിലുള്ള ആളുകളോ അല്ലെങ്കിൽ ലിബറൽ ആയിട്ടുള്ള ആളുകളാണ് എങ്കിൽ പോലും പിന്തുണ ഇയാൾക്കുണ്ട്. ഇപ്പം ഞാൻ മനസ്സിലായി ഇയാൾ ശക്തമായിട്ട് ഇപ്പം നമ്മൾ തുറന്ന് കാണിക്കുമ്പോൾ വരുന്ന കത്തുകൾ എന്ന പുറത്താണ്. ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പോൾ ഈ ഒരു അന്തരീക്ഷം വലിയൊരു ഫാക്ടറാണ്. ഒരേ സമയം സാദിഖ് പ്രാഞ്ചിനെ അതേ സമയം ഇദ്ദേഹത്തെ ക്ലിപ്പിടണം, അതാണ് പ്രധാനം. ശ്രീ TG മോഹൻദാസ്, അതാണ് ഒരേ സമയം സാത്വിക് പ്രാച്ചിയെയും അതുപോലെ സക്കീർ നായിക്കിനെയും ക്ലിപ്പിടണം എന്ന് പറയുന്ന ഫക്രുദ്ദീൻ അലി. ഈ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഇത്തരം ഒരു ചർച്ച വരുന്ന ഘട്ടത്തിൽ പ്രതികരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒരുപക്ഷെ ഈ സന്ദർഭങ്ങളിലൊക്കെയാണ് ചർച്ചകൾ നടക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. TG മോഹൻദാസ്, അതൊരു അവസരമായി കാണുന്നുണ്ടോ? സക്കീർ നായിക്കിനെതിരെ കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ സാത്വിക് പ്രാച്ചിമാർക്ക് പ്രോത്സാഹനം കിട്ടുക, സക്കീർ നായിക്കുമാർക്ക് പേടിച്ച് മാളത്തിൽ ഒളിക്കേണ്ടി വരിക, അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ എതിർക്കുന്നതല്ലേ? ഡോക്ടർ ലാൽ, ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. താങ്കളെപ്പോലുള്ളവർ, താങ്കൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പത്രപ്രവർത്തനമാണ് കമ്മ്യൂണൽ ഹാർമണിക്ക് ഏറ്റവും തുരങ്കം വയ്ക്കുന്ന സാധനം. സക്കീർ നായിക്കിനെ ബാലൻസ് ചെയ്യാനായിട്ട് സാധ്വി പ്രാചി എന്തോ വിടുവായത്തം പറഞ്ഞത് ഈ ചർച്ചയിൽ കൊണ്ടുവന്നത് തന്നെ താങ്കളാണ്. ഞാൻ അങ്ങനെയാണെങ്കിൽ സാധ്വി പ്രാചി കൊള്ളാവുന്നവളാണ് എന്ന് പറയാൻ കാരണം എൻ്റെ ഹൃദയവേദന കൊണ്ടാണ്. ഞാൻ നിങ്ങളെ കുറച്ച് പുറകിലേക്ക് കൊണ്ടുപോകാം. ഈ MF ഹുസൈൻ്റെ ചിത്രങ്ങൾ കീറാനും കത്തിക്കാനും ഒക്കെ ആയിട്ട് ബജറംഗ് ദൾകാൽ ബഹളം വച്ചല്ലോ.
1996 ആ സരസ്വതി ചിത്രം MF ഹുസൈൻ വരച്ചത്, സരസ്വതിയും ലക്ഷ്മിയും ഹനുമാനും എല്ലാം വരച്ചത് 1974-76 കാലഘട്ടത്തിലാണ്. അന്നൊന്നും ഒരു ബജറംഗ് ദളും ആരും അതിനെ എതിർത്തില്ല. ഒരുപാട് പ്രദർശനങ്ങൾ നടന്നു, ഒന്നും സംഭവിച്ചില്ല. 96 പെട്ടെന്ന് ഇത് പൊട്ടിപ്പുറപ്പെടാൻ കാര്യം എന്താ? 20 കൊല്ലം കൊണ്ട് എൻ്റെ സമുദായം, ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്ന ഹിന്ദു സമുദായത്തിന് എന്ത് മാറ്റമാണ് സംഭവിച്ചത്? ഞാനത് അന്വേഷിച്ച് നോക്കി. കാരണം ഒരു വിഭാഗം എന്ത് ചെയ്താലും ചോദിക്കാൻ ആരുമില്ല. സൽമാൻ റഷ്ദിയുടെ തൂക്കത്തിൽ സ്വർണം തരാം കൊന്നുകഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ഇല്ലേ? അയാളുടെ തലവെട്ടാനായിട്ട് 50 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പോൾ ഒരാൾ ഉത്തർപ്രദേശ് ജയിലിൽ കിടപ്പുണ്ട്, ഒരു തിവാരി. അയാൾക്കും 51 ലക്ഷമാണ് വിലയിട്ടിരിക്കുന്നത്. ഇതൊക്കെ പരസ്യമായിട്ട് ആൾക്കാർ പറയുന്നു. ഒരു നടപടിയും ഒന്നും ഉണ്ടാകുന്നില്ല. ഒടുവിൽ ഇപ്പുറത്ത് തോന്നുന്നു, എന്നാൽ പിന്നെ ഞാനും ഈ ആയുധം എടുത്ത് പ്രയോഗിച്ചാൽ എന്താ എന്ന് തോന്നുന്നു. ഇത് സമയാസമയങ്ങളിൽ തുറന്ന് കാണിക്കുന്നതിന് പകരം ബാലൻസ് ചെയ്യാനുള്ള മങ്കി ബാലൻസിന്റെ കട്ടി അന്വേഷിച്ച് നടക്കുന്ന മാധ്യമ പ്രവർത്തനം ഉണ്ടല്ലോ, ഈ മാധ്യമ പ്രവർത്തനം വലിയ പ്രവർത്തനത്തെയാണ് സക്കീർ നായിക്കും എതിർക്കുന്നത്, TG മോഹൻദാസും എതിർക്കുന്നത്, മാധ്യമ വിചാരണയാണ് അവിടെ എതിർക്കുന്നത്. പക്ഷെ എൻ്റെ ഒരു ചോദ്യം, ഇവിടെ ഞാനൊരു ഭാഗത്തു നിന്നും കൊണ്ട് പറഞ്ഞതല്ല, ഇവിടെ സാത്വിക് പ്രാജി ഈ സക്കീർ നായിക്കിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ ഘട്ടത്തിൽ തന്നെയാണ് ഈ 50 ലക്ഷം വിലയിട്ടത്. അത് ഇത്തരം ഒരു ചർച്ചയിൽ ചോദിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് എന്ന ചോദ്യം വരുമ്പോൾ അതിന് കൃത്യമായ തെളിവ് നൽകുന്നതിന് പകരം തിരിച്ച് മാധ്യമപ്രവർത്തകരെ ഏതെങ്കിലും മതപ്രഭാഷകരുടെ വക്കാലത്ത് പിടിക്കുന്നവരാക്കി മാറ്റിയിട്ട് കാര്യമുണ്ടോ? ഒരു മാധ്യമപ്രവർത്തനം കിട്ടില്ല, ഒറ്റ മാധ്യമപ്രവർത്തനം ഉണ്ടാവില്ല. ഇത്രയും നാണം കെട്ട മാധ്യമപ്രവർത്തനം നടത്തരുത് ഡോക്ടർ ലാൽ. താങ്കൾ എൻ്റെ എത്രയോ ദീർഘകാലമായ സുഹൃത്താണ്. ഇങ്ങനെ ചെയ്യരുത്. എന്തൊരു മോശമാണ് എന്റെ ചോദ്യം. ഈ സക്കീർ നായിക്കിനെതിരെ നിങ്ങളും നിങ്ങളുടെ സർക്കാരും ഒക്കെ ചോദ്യങ്ങൾ മുഴുവൻ എവിടെയാണെന്ന് താങ്കൾക്ക് പറയാനുണ്ടോ? സക്കീർ നായിക്കിന്റെ വാദം ഞാൻ നിരത്തുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ ഒരു വശത്തേക്ക് ഒതുക്കാൻ താങ്കൾ അങ്ങനെയാണെങ്കിൽ അതിനെ നിയമപരമായി തന്നെ നേരിടാൻ എന്തുകൊണ്ടാണ് വൈകുന്നത്? നേരിടാൻ വൈകുന്നത് അയാൾ ഇങ്ങോട്ട് വരണ്ടേ? സൗദി അറേബ്യ പോയിട്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിയമപരമായിട്ട് നേരിടണോ വേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കണ്ടേ? പ്രഥമ ദൃഷ്ടിയ ഒരു കേസുണ്ടോ എന്ന് നോക്കണ്ടേ? ഒരു മനുഷ്യന്റെ പ്രസംഗം യൂട്യൂബിൽ കടന്നു നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാത്വിക് പ്രാച്ചിയെ പോലുള്ളവരെ കൊണ്ട് അദ്ദേഹത്തിന്റെ തലയ്ക്ക് 50 ലക്ഷം വിലയിടിക്കുക എന്നുള്ളതാണ്. കയ്യടി വേണം. ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. സാധ്വി പ്രാജി വിലയിടുകയോ വിടയില്ലാതുകയോ ഇരിക്കട്ടെ, അത് ഇന്ന് നടന്ന സംഭവമല്ലേ? സക്കീർ നായിക്കിന്റെ ഇപ്പൊ ഫക്രുദ്ദീൻ അലി തന്നെ പറഞ്ഞല്ലോ, 2 വർഷമായിട്ട് അദ്ദേഹം തന്നെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞല്ലോ സക്കീർ നായിക്കിനെതിരെ. നിങ്ങൾക്ക് ഇപ്പോഴും തെളിവായിട്ടില്ല, നാട്ടുകാർക്ക് മുഴുവൻ തെളിവായി കഴിഞ്ഞു. ഇത്രയും ഹീനമായിട്ടും നഗ്നമായിട്ടും നിലപാടെടുത്തത് ഈ TG മോഹൻദാസിനെ പോലുള്ളവർ പറയുന്ന ഇത്തരത്തിലുള്ള പ്രശ്നമുള്ള സക്കീർ നായിക്കിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും പ്രതിരോധിക്കുന്നത്? സക്കീർ നായിക്കിനെതിരെ ആദ്യം ഒരു വാർത്ത വന്നത് ബംഗ്ലാദേശിലെ ഒരു പത്രമാണ്. ആ പത്രം ഇന്ന് ആ വാർത്ത പിൻവലിച്ച് മാപ്പ് പറഞ്ഞു. മഹാരാഷ്ട്ര സർക്കാരിന്റെ ഇന്റലിജൻസ് വളരെ വിശദമായ അന്വേഷണം നടത്തി സക്കീർ നായിക്കിനെതിരെ ഒരു തരത്തിലും തീവ്രവാദ പ്രചരണം നടത്തിയതിന് തെളിവില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയും മോഹൻദാസ് സാറിനെ പോലെയുള്ള ചില ആളുകൾ അവിടെ ഇവിടെയും പറയുന്നു എന്നല്ലാതെ വ്യക്തമായി സക്കീർ നായിക്ക് പതിറ്റാണ്ടുകളായി മതപ്രബോധനം നടത്തുന്ന ഒരാളാണ്. അദ്ദേഹം നടത്തുന്ന മതപ്രബോധനങ്ങളുടെ പ്രസംഗങ്ങളുടെ മുഴുവൻ വിവരവും യൂട്യൂബിൽ ആർക്ക് വേണമെങ്കിലും സെർച്ച് ചെയ്താൽ കിട്ടും.
അദ്ദേഹം മുഴുവനായി യൂട്യൂബിലിട്ട ശ്രീ മായിൻഹാജി, ടി ജി മോഹൻദാസ് പറയുന്നത് ആ യൂട്യൂബിലുള്ള വിഷ്വൽസ് ഒക്കെ എടുത്താൽ സക്കീർ നായിക്കിനെതിരെയുള്ള തെളിവുകളായി എന്നാണ്. അദ്ദേഹം മുസ്ലിം സമുദായത്തിലുള്ള പല ആളുകളെയും ഈ പഴയ സലഫിസത്തിന്റെ പുതിയ ഏടുകൾ പറഞ്ഞുകൊണ്ട് ആവേശഭരിതരാക്കി തീവ്രവാദത്തിലേക്ക് നയിക്കുന്നു എന്നാണ്. മോഹൻദാസ് സാറിനെക്കാളും നമുക്ക് ആ കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നത് മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ ഇന്റലിജൻസ് വിഭാഗത്തെയാണല്ലോ. അവര് പരിശോധിച്ചിട്ടാണല്ലോ പറഞ്ഞത് തീവ്രവാദം വളർത്തിയ ഒരു പ്രസംഗവും സക്കീർ നായിക്ക് ചെയ്തതായി ഒരു തെളിവ് അവർക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ തീവ്രവാദം വളർത്തി മതമൗലികവാദം വളർത്തി എന്നുള്ളതാണല്ലോ ഇവിടെ ആകെ ആദ്യം മുതൽക്കുണ്ടായ ആക്ഷേപം. എന്താ? സക്കീർ നായിക്കിന്റെ പ്രസംഗത്തിൽ ആകൃഷ്ടരായി ഏതാനും ചെറുപ്പക്കാർ ടെററിസ്റ്റുകളായി അവര് ടെററിസം പ്രചരിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അത് സക്കീർ നായിക്കിന്റെ പ്രസംഗത്തിൽ ആകൃഷ്ടരായിട്ടാണ്. അതിന് തെളിവില്ല, അത് ഞങ്ങൾ ആ വാർത്ത തെറ്റായിരുന്നു എന്ന് ആ പത്രം തന്നെ നിഷേധിക്കുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ബംഗ്ലാദേശ് ഗവൺമെന്റും ആ കാര്യത്തിൽ ആ പത്രത്തിന്റെ വാർത്ത ശരിവെച്ചു. അത് കഴിഞ്ഞ് അതിന്റെ പേരിലാണ് മഹാരാഷ്ട്ര ഗവൺമെന്റ് മഹാരാഷ്ട്രയിലെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഈ കാര്യത്തിൽ വളരെ വിശദമായ ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണം നടത്തിയതിൽ യാതൊരു തെളിവുമില്ല എന്ന് മഹാരാഷ്ട്ര ഗവൺമെന്റ് ഇന്റലിജൻസ് വിഭാഗം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിലും വലിയതല്ലോ ആ കാര്യത്തിൽ മോഹൻദാസ് സാർ യൂട്യൂബിൽ അങ്ങനെ പ്രസംഗം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഉടനെ എടുത്ത് മഹാരാഷ്ട്ര സർക്കാരിന്റെ ഇന്റലിജൻസ് വിഭാഗം അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് അവർ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവിട്ടല്ലോ. അത് ശരിയല്ല, അങ്ങനെയൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല, ഏതാ എന്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരും അതിനെതിരല്ല. ശ്രീ മോഹൻദാസ്, അതാണ് ചെയ്യേണ്ടത്. വെല്ലുവിളി ഏറ്റെടുത്ത് ആ തെളിവ് താങ്കളെ പോലുള്ളവർ ഹാജരാക്കി മഹാരാഷ്ട്ര സർക്കാരിനെ, നിങ്ങൾക്ക് എളുപ്പം കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സർക്കാരാണല്ലോ അവിടെ ഉള്ളത്, അവരെ പ്രബോധരാക്കുകയല്ലേ വേണ്ടത്? ഞാൻ മഹാരാഷ്ട്ര സർക്കാരിൻ്റെ കയ്യിൽ ഇത് ഓൾറെഡി ഉണ്ട്, ഞാൻ ചെക്ക് ചെയ്തിരുന്നു. കേരള സർക്കാരിന് ഞാനിത് തരട്ടെ, അനങ്ങോ കേരള സർക്കാർ? ഞാൻ സക്കീർ നായിക്കിൻ്റെ അല്ല, സക്കീർ നായിക്കിനാൽ പ്രഭാവിതനായി എന്ന് പറഞ്ഞിട്ട് മലയാളി പറയുന്നതും മലയാളം ചാനലിൽ വന്നതും വെറും 4 ദിവസം മുമ്പ് വന്നതുമായ വീഡിയോ ഞാൻ ഹാജരാക്കാം. സർക്കാരൊന്നും ചെയ്യേണ്ട, ഡോക്ടർ ലാലൊന്ന് സമ്മതിക്കുമോ? ശ്രീ ടി ജി മോഹൻദാസ്, ഇതുവരെ നമ്മളാരും ചർച്ച ചെയ്തിട്ടില്ലാത്ത പുതിയ കാര്യം അങ്ങ് തെളിവായി എടുത്തുകൊണ്ടുവരുന്നതിനേക്കാൾ ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന നേരത്തെ പറഞ്ഞതാണ്. ആ തെളിവ് യൂട്യൂബിൽ നിന്ന് എടുത്തങ്ങ് ഹാജരാക്കൂ. എന്തിനാണ് എന്നെ ഇതിനകത്ത് ചേർക്കുന്നത്? ഈ ചോദ്യത്തിന് കൃത്യമായി മറുപടി ഞാൻ കൊടുത്താൽ പോരെ? ആ ഹാജരാക്കിയിട്ടുണ്ട്. മഹാരാഷ്ട്ര സർക്കാരിന്റെ കയ്യിൽ ഹാജരാക്കിയിട്ടുണ്ട്. പറയുന്നത് കേൾക്കൂ. ഞാൻ മാത്രമല്ല, ടൈംസ് നൗ ചാനലിൽ നിന്ന് അവരെടുത്തിട്ടുണ്ട്, സി ന്യൂസിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഞാനൊരു നിസ്സാരനായ മനുഷ്യനല്ലേ, എന്നെ അത്രയ്ക്ക് അങ്ങ് പൊക്കൊന്നും വേണ്ട. ഇത് കണ്ടിട്ടില്ല, എനിക്ക് മഹാ കഷ്ടം തോന്നുന്നു. അല്ല ഇരിക്കട്ടെ എന്ന് ഞാനൊന്ന് പറഞ്ഞത് മുഴുമിപ്പിക്കട്ടെ. ഞാൻ ഇത് കേരള സർക്കാരിനും കൊടുക്കാം, അവരെന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. ഞാനിത് ലാലിന് തരാം, ഇന്ന് തന്നെ ലാലിന്റെ വാട്സാപ്പിൽ ഇട്ട് തരാം. ലാലെങ്കിലും ഒന്ന് സമയമില്ല. അങ്ങ് ഇതിനെക്കുറിച്ച് വാദിക്കുന്ന ഒരാളാണ്. അങ്ങ് കേരള സർക്കാരിന് കൊടുക്കുന്നതിനേക്കാൾ നല്ലത്, അങ്ങക്ക് കൂടുതൽ എളുപ്പം ഇത് കൊടുക്കാൻ പറ്റുക നരേന്ദ്രമോദി സർക്കാരിനാണല്ലോ. അവിടെ അതങ്ങ് ഏൽപ്പിച്ചാൽ ഈ സക്കീർ നായിക്കിനെ എളുപ്പത്തിൽ പിടിക്കാമല്ലോ. അതാണ് നമ്മുടെ ഈ ചർച്ച. ഞാൻ മഹാരാഷ്ട്ര സർക്കാരിന് കൊടുത്തു. എന്തുകൊണ്ട് അവർ നടപടി എടുക്കുന്നില്ല? അങ്ങ് ഈ തെളിവ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് എന്താണ്? ഈ ആളുകളെ പ്രകോപിതരാക്കുന്ന ഒന്നുമില്ല എന്നല്ലേ മറുപടി പറഞ്ഞത്? അല്ല, പറഞ്ഞിട്ടില്ല. അവരിപ്പോഴും ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടില്ല. വീഡിയോസ് എല്ലാം അവരുടെ കയ്യിലുണ്ട്. ലക്ഷക്കണക്കിന് വീഡിയോ ഉണ്ട് ഇദ്ദേഹത്തിന്റെ, 1-2 അല്ല, ലക്ഷക്കണക്കിന്. ചോദ്യം കൂടി അതായത് സക്കീർ നായിക്ക് അങ്ങ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ മതപ്രഭാഷണം നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നതിന്റെ ഭാഗമായി ഖുറാനെയൊക്കെ നേരത്തെ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞതനുസരിച്ച് വ്യാഖ്യാനിച്ചു പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അത് കുറെ ചെറുപ്പക്കാരെ ആവേശഭരിതരാക്കി പല നിലപാടുകളിലേക്ക് മാറ്റിയിട്ടുണ്ടാകാം. അവർ എങ്ങനെയാണ് മറ്റു മതങ്ങളിലും ഇതുപോലെ ഉണ്ടല്ലോ, ആ മതപ്രഭാഷകരെക്കാൾ വ്യത്യസ്തനാകുന്നത് എങ്ങനെയാണ് സക്കീർ നായിക് ഇപ്പോൾ? അല്ലെങ്കിൽ നേരത്തെ മായിൻ ഹാജിയോ അല്ലെങ്കിൽ ഡോക്ടർ ഫസൽ ഗഫൂറോ ചൂണ്ടിക്കാട്ടിയ പ്രവീൺ തൊഗാഡിയേക്കാളും അശോക് സിംഗാൾജി, അദ്ദേഹം കടന്നുപോയി, അദ്ദേഹത്തെ ഞാൻ ഇപ്പോൾ കൊണ്ടുവരുന്നില്ല, എന്നാൽ ഇങ്ങനെയുള്ളവരെക്കാളും എങ്ങനെയാണ് വ്യത്യസ്തനാകുന്നത് സക്കീർ നായിക്?
കൊണ്ടുപോവാ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുന്നത് ഇതുപോലെ സക്കീർ നായിക്കിനെ പോലെ ആരെങ്കിലും പ്രഘോഷണം നടത്തുന്നു, ഏത് മതവുമായിക്കോട്ടെ, ഇനി യുക്തിവാദി ആയിക്കോട്ടെ, മാർക്സിസ്റ്റുകാരനായിക്കോട്ടെ, വാളെടുക്കാൻ വെട്ടാം, കുഴപ്പമൊന്നുമില്ല. ഓരോരുത്തരും തീവ്രവാദിയാകണം എന്നൊരാൾ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അയാളിൽ നിന്ന് ആരെങ്കിലും പ്രഭാവിതനായാലും ശരി ഇല്ലെങ്കിലും ശരി ആ മനുഷ്യനെതിരെ നടപടിയെടുക്കണമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. പ്രഭാവിതനാകുന്ന രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ പറഞ്ഞു എന്നുള്ള ഒരു ഒറ്റ കുറ്റത്തിന്, അക്രമത്തിന് ആഹ്വാനം ചെയ്തു എന്നുള്ള ഒറ്റ തെളിവ് കൊടുക്കുന്നത് സക്കീർ നായിക്ക് പറയുമ്പോൾ മാത്രമാണ് എന്നുള്ളതേ ഉള്ളൂ വ്യത്യാസം. ഞാൻ തിരിച്ചു വരാം. ശ്രീ ഫക്രുദ്ദീൻ അലി, എങ്ങനെയാണ് ഈ മാധ്യമ വിചാരണയിൽ സക്കീർ നായിക്ക് ഒരുപക്ഷെ അങ്ങ് പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കേസ് വ്യത്യസ്തമാകുന്നത്? അല്ല, ഇതിൽ സക്കീർ നായിക് സത്യത്തിൽ ഇത്ര ആർഗ്യുമെൻ്റ് കൊണ്ട് രക്ഷപ്പെട്ടു പോവുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പം മോഹൻദാസ് ഈ ഒരു കാര്യത്തിൽ ഇപ്പം ഞാൻ പരിശോധിച്ച ഈ സക്കീർ നായിക്കിൻ്റെ കാര്യങ്ങൾ തന്നെ ആയിരിക്കും അദ്ദേഹം പരിശോധിച്ചിട്ടുണ്ടാവുക. അതിൽ ഒഫൻസീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, ഇത്രയും കാലം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ BJP വന്നിട്ട് 2 വർഷമായി. ഈ BJP എങ്കിലും ഇവനൊക്കെ ഒരു ക്ലിപ്പ് ഇടുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അത് സംഭവിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു UP ഇലക്ഷൻ വരുന്നു, അതിന് മുമ്പ് ബംഗ്ലാദേശ് സ്ഫോടനം ഉണ്ടാവുന്നു. ഇപ്പോൾ ഈ ഒരു കൃത്യമായ ടൈമിൽ ഇദ്ദേഹത്തിന് നേരെ ഈ പറഞ്ഞിട്ട് പടപ്പുറപ്പാടുണ്ടാകുന്നു. 2, ഇദ്ദേഹത്തിൻ്റെ നേരെ ഇത്ര കൃത്യമായി ഇദ്ദേഹം ഭീകരവാദിയെ തെളിയിക്കുന്ന ആ രീതിയിലുള്ള ക്ലിപ്പ് ഉണ്ടെങ്കിൽ, അത് ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്ക് കൃത്യത ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്റർപോളിൻ്റെ മറ്റു സഹായം തേടാൻ പറ്റുന്നില്ല? അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇതിന് മുമ്പുണ്ട് ഇത് പല സമയത്താണ് ഇയാൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് യൂട്യൂബിൽ. ഇത്രയും കാലത്തിനിടയ്ക്ക് എന്തിനാ അറസ്റ്റ് ചെയ്തത്? സത്യത്തിൽ സക്കീർ നായിക്കിന് പറഞ്ഞു നിൽക്കാനും സക്കീർ നായിക്കിൻ്റെ പേര് പറഞ്ഞ് പലരെയും തെറ്റിദ്ധരിപ്പിക്കാനും പലർക്കും സക്കീർ നായിക്കിൻ്റെ പേര് പറഞ്ഞ് ഇവിടെ കാര്യങ്ങൾ നേടിയെടുക്കാനും ഉള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടായി എന്നുള്ളതാണ് പ്രശ്നം. അതിൽ 2 വർഷമായി BJP ഇപ്പം ഭരിക്കുന്നതുകൊണ്ട് BJPക്ക് അത് ഒഴിഞ്ഞു വാങ്ങാൻ പറ്റില്ല. പിന്നെ സക്കീർ, ഞാൻ മനസ്സിലാക്കിയിട്ട് സക്കീർ നായിക്കിന് മറ്റേ ഭീകരവാദം ന്യായീകരിക്കുന്നു എന്ന രീതിയിലുള്ള ആ ഒരു ടോക്ക് വന്നത് 9/11 മുമ്പാണ്. അന്നപ്പം വാജ്പേയി ഗവൺമെൻറ് ഇവിടെ ഭരിച്ചിരുന്നത്. ഏതായാലും ഇവിടെ ഇന്ന് ഭരിച്ച എല്ലാ ഗവൺമെൻറ്റുകൾക്കും സക്കീർ നായിക്കിൻ്റെ വിഷയം ഇങ്ങനെ വഷളാക്കുന്നതിൽ വലിയൊരു പങ്കുണ്ട്. 2, ഇപ്പോൾ സാദീപ് റാഞ്ചി ആണെങ്കിൽ ആരാണെങ്കിൽ ഇപ്പോൾ സാദീപ് റാഞ്ചി അങ്ങനെ പറയുന്ന അവരുടെ സൗകര്യം. ഇപ്പോൾ മോഹൻദാസിനെ പോലുള്ള ആളുകളൊക്കെ, അദ്ദേഹം കുറച്ചും കൂടി ഒരു മൈൽഡ് ആയിട്ടുള്ള ആളും കേരളത്തിൻ്റെ പരിസരത്ത് നിൽക്കുന്ന ആളും, അദ്ദേഹം തന്നെ പറയണ്ടേ സക്കീർ നായിക്ക് കേരളത്തിൽ വന്ന് അങ്ങനെ പറയില്ല. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഈ പറയുന്ന എന്ത് വികാരത്തിനകത്താണ് സാദീപ് റാഞ്ചിയെ പോലെയുള്ള ആളുകളെയൊക്കെ ന്യായീകരിക്കുന്ന രീതിയിൽ വന്ന് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് അപ്പുറത്ത് അപ്രിഹെൻഷൻസ് ഉണ്ടാക്കി ഇയാൾക്ക് കൂടുതൽ ആളെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. ഞാൻ പൊതുവെ ഇതിലും ചൂടായി സംസാരിക്കുന്ന ആളാണ്. പക്ഷേ ഈ വിഷയങ്ങൾ മറ്റവരെക്കാട്ടും 2 വർഷമായിട്ട് നിരന്തരം സംസാരിക്കുന്ന ആളെന്ന രീതിയിൽ കുറച്ചുകൂടി സംയമനത്തോടു കൂടി കൈകാര്യം ചെയ്താണ് സക്കീർ നായിക്കിനെ അതിജീവിക്കാൻ നമുക്ക്. ഇപ്പോ ഞാൻ നേരത്തെ ചോദിച്ചത് ശ്രീ TG മോഹൻദാസിനോട് ഞാൻ ചോദിച്ചത് ഈ ഔദ്യോഗികമായ തെളിവ് എവിടെയെന്നാണ്. അത് അദ്ദേഹം ഒരുപക്ഷെ അതിൽ നിന്ന് വിട്ട് ഞാൻ സക്കീർ നായിക്കിൻ്റെ വാദം പറയുന്നു എന്നുള്ളതിലേക്ക് കടന്നു വന്ന് ഒരു സാധാരണ നിലവാരത്തിലേക്ക് അദ്ദേഹം വന്നതാണ് ചർച്ച ഈ രീതിയിൽ വഴിതെറ്റി പോകുന്നതിനിടയാക്കിയത്. പക്ഷേ ഞാൻ താങ്കളോട് ചോദിക്കാനിരുന്ന ചോദ്യവും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചോദിക്കട്ടെ. ഈ സലഫികളുടെയും അല്ലെങ്കിൽ ഒരു പരമ്പരാഗത ഇസ്ലാമിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് നേരത്തെ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിന് യോജിക്കാത്ത രീതിയിലുള്ള ശീലങ്ങളൊക്കെ മതത്തിനകത്തേക്ക് കൂടുതൽ ഉദ്ബോധിപ്പിക്കുന്ന സക്കീർ നായിക്കിനെ പോലുള്ളവർ നേരിയ തോതിലെങ്കിലും സമുദായത്തിന് യുവ തലമുറയ്ക്കൊക്കെ വഴിതെറ്റുന്ന രീതിയിൽ ഉള്ള കാരണം ആയി മാറിയിട്ടില്ലേ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഇടയ്ക്കൊക്കെ? അല്ല, ഒരിക്കലുമില്ല. ഒരു യഥാർത്ഥ ഇസ്ലാം മത പ്രചാരകൻ, ഇസ്ലാം മത പ്രബോധകൻ, പരിശുദ്ധ ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് പൂർണ്ണമായും സമാധാനവും സൗഹൃദവും മാത്രമാണ്. മറ്റു മതക്കാരെ ഇത്രയധികം ആദരിക്കാൻ പഠിപ്പിച്ച ഒരു മതത്തെ നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കില്ല. എത്രായിരം മതങ്ങളുള്ള ലോകമാണ് ഈ ലോകം. ആ മതങ്ങളുടെ എല്ലാ ഗ്രന്ഥങ്ങളും പ്രവാചകന്മാരുടെ പ്രബോധനങ്ങളും എല്ലാം എടുത്ത് പരിശോധിച്ചാലും ഇസ്ലാം മതത്തെ പോലെയുള്ള സമാധാനവും സൗഹൃദവും, ഇസ്ലാം മതം എത്രത്തോളം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവോട് മത പുരോഹിതൻ, ക്രിസ്തീയ പുരോഹിതൻ അദ്ദേഹത്തിന് പ്രാർത്ഥന നിർവഹിക്കാൻ അദ്ദേഹത്തിന്റെ ദേവാലയത്തിൽ സൗകര്യം ചെയ്തു കൊടുത്തപ്പം ഞാൻ ഇവിടെ നിന്ന് നമസ്കരിച്ചാൽ എന്റെ പിൻഗാമികൾ എപ്പോഴെങ്കിലും ഇത് ഞാൻ നമസ്കരിച്ച സ്ഥലം എന്ന് അവകാശപ്പെട്ട് കളയോ എന്ന് കരുതി അവിടെ നമസ്കരിക്കാൻ തയ്യാറാവാത്ത ഖലീഫയാണ് ഈ ഇസ്ലാം മതത്തിലെ പിന്നെ മാതൃകാ. മൈൻഹാജി പറയുന്ന ഈ ഭാഷയിലല്ല സക്കീർ നായിക് പക്ഷെ പറഞ്ഞത്. അദ്ദേഹം ഇന്ന് തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എന്താണ്? ഈ ചാവേർ ആക്രമണം മതത്തിന്റെ ഒരു തന്ത്രമായി കാണാവുന്നതാണ് എന്ന് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇസ്ലാം മത പ്രബോധകനാണ് സക്കീർ നായിക് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ മുഴുവനായൊന്നും ഞാൻ കേട്ടിട്ടില്ല. കുറെ പ്രസംഗങ്ങൾ ഞാൻ യൂട്യൂബിൽ നിന്നും മറ്റും എടുത്ത് കേട്ടിട്ടുണ്ട്. ചില വാദപ്രതിവാദങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. അതിലൊന്നും ഒരു സമാധാന
നായിക്കയുടെ ഒരു അസമാധാനത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സൗഹൃദ ഭംഗത്തിന്റെയോ ഏതെങ്കിലും തരത്തിൽ തീവ്രവാദത്തിന്റെയോ ഒരു ചിന്ത പോലും അതിലിവിടെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, ചില പ്രസംഗങ്ങളിലൊക്കെ സമാധാനത്തിന് മാത്രം ഊന്നൽ നൽകിക്കൊണ്ട് ടെററിസത്തിന് ശക്തമായി എതിർത്തുകൊണ്ട് ഈ IS പോലെയുള്ള സംഭവങ്ങൾക്ക് പ്രത്യേകമായി കൊണ്ടുള്ള ഒരു പ്രസംഗം തന്നെ അദ്ദേഹത്തിന്റെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ മറ്റു പ്രസംഗങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കേട്ട പ്രസംഗങ്ങളിലൊന്നും സമാധാന ഭംഗമുണ്ടാക്കുന്ന ഒരു വാക്ക് പോലും എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയാം? ഞാൻ അദ്ദേഹത്തിന് ഇന്ന് ആധുനിക സംവിധാനമുള്ള കാലഘട്ടമാണ്. അദ്ദേഹം പ്രസംഗിച്ച മുഴുവൻ പ്രസംഗങ്ങളും അദ്ദേഹം യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാൻ സാധിക്കും, എനിക്കും കിട്ടും. ശരി, ഇപ്പോ മൈൻ ഹാജിയെ പോലുള്ളവർ ഈ രീതിയിലുള്ള തീവ്രവാദ പ്രസംഗങ്ങൾ സക്കീർ നായിക്കിൽ നിന്ന് കേട്ടിട്ടില്ല. എന്നാൽ TG മോഹൻദാസ് ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് ഈ വളരെ അധികം നിരോധിക്കേണ്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രഭാഷണങ്ങൾ നടത്തുന്ന ആൾ തന്നെയാണ് സക്കീർ നായിക്ക്. ഈ ചർച്ച ഒരുമിച്ച് വരുമ്പോൾ ഈ ബാലൻസ് തെറ്റുന്നുണ്ടല്ലോ, അത് നിങ്ങളെപ്പോലുള്ളവർക്ക് ചർച്ചകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലേ? ഇവിടെ ഞാൻ പറയാം, ഞാൻ അതിന് ഒരു പാരലൽ ഡ്രോ ചെയ്യാം. മഹാത്മാഗാന്ധി വധക്കേസിൽ 9ാമത്തോ 10ാമത്തോ പ്രതിയായിരുന്നു ദാമോദർ വിനായക് സാവർക്കർ. അപ്പൊ അന്ന് സാവർക്കറെ വിട്ടപ്പോ പറഞ്ഞെന്താന്ന് വെച്ചാൽ, സാവർക്കറിന്റെ ഐഡിയോളജിയിൽ ചിലപ്പോൾ ആദ്യത്തെ പ്രതികൾ തൂക്കിലേറ്റപ്പെട്ട ആപ്റ്റയും ഗോഡ്സെ അടക്കമുള്ളവർ അവർ അകൃഷ്ടരായിരിക്കാം. പക്ഷെ സാവർക്കർ ഡയറക്ട്ലി അതിൽ ഇൻവോൾവ് അല്ല. അതുകൊണ്ട് സാവർക്കറെ വെറുതെ വിടുന്നു. അതേമാതിരി തന്നെയാണ് ഈ സാക്കിർ നായിക്കിന്റെ പ്രശ്നം എടുക്കുന്നത്. സാക്കിർ നായിക്കിന്റെ മതമൗലികവാദമാണ് അദ്ദേഹം പ്രചരിപ്പിക്കുന്നത്. അദ്ദേഹം കടും സലഫിസമാണ് പ്രചരിപ്പിക്കുന്നത്. മായനാജി മുഴുവനൊന്നും കേട്ടിട്ടില്ല, ഞാൻ മുഴുവൻ കേട്ടിട്ട് തന്നെ പറയുന്നു, മനസ്സിലല്ലേ? മായനാജി സമസ്തയുടെ ഇതല്ലേ? മായനാജിക്ക് എങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും ഈ സലഫിസ്റ്റിനെ? അത് പറ്റൂല. നമ്മൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇവിടെ ഇഷ്യൂ കിടക്കുന്നത്, യഥാർത്ഥത്തിൽ ഇഷ്യൂ കിടക്കുന്നത് മുസ്ലിമുകളുടെ ഇടയിലാണ്. പക്ഷേ മുസ്ലിമുകളുടെ ഒരു വിഭാഗത്തിന്റെ കാഴ്ചപ്പാട് മാത്രമാണ് പ്രചരിപ്പിക്കുന്നത്. അതെങ്ങനെ തീവ്രവാദമാവും? മറിച്ചതിന് വേറെ ആംഗിൾ എന്താണെന്ന് വെച്ചാൽ, സാക്കിർ നായിക്ക് അനാവശ്യമായിട്ടുള്ള തർക്കശാസ്ത്രം എടുത്തിട്ടിട്ട് ഗീതയും ബൈബിളും ഒക്കെ കൂടെ കൂട്ടിക്കുഴച്ച് അത് ഖുറാനായിട്ട് കൂട്ടിക്കുഴച്ചുകൊണ്ട് തർക്കശാസ്ത്രം ഇട്ടിടുമ്പോൾ ജനങ്ങൾക്കിടയിൽ ചേരിതിരിവുന്നുണ്ടാവുന്നു. അത് തീവ്രവാദമായിട്ടൊന്നും ബന്ധമില്ല. ചേരിതിരിവുണ്ടായിട്ട് മതമൗലികവാദം വളരുന്നു. രണ്ട് ഭാഗത്തും മതമൗലികവാദം വരുന്നു. അതേമാതിരി തന്നെയാണ് ഉമാഭാരതി. ആ ഉമാഭാരതി അല്ലേ ഇപ്പൊ നേരെ മധ്യപ്രദേശിന്റെ അതേമാതിരി തന്നെയല്ലേ പ്രവീൺ ടൊഗാഡിയ? അതാണ്. അപ്പൊ പക്ഷെ ആ ഇനത്തിൽ പെടൂല. കാരണം സാക്കിർ നായിക്ക് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരായിട്ടൊന്നും പറയുന്നില്ല. അദ്ദേഹം ഒരു സ്കോളർ എന്നുള്ള മട്ടിൽ, അതൊരു സൂഡോ സ്കോളറാണ്, ശരിക്കുള്ള സ്കോളറൊന്നുമല്ല. അദ്ദേഹം ഇരുന്നിട്ട് മറ്റ് ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ട് ആ ഗ്രന്ഥങ്ങളിലും ഖുറാനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ആ ഗ്രന്ഥങ്ങളിലും മുഹമ്മദ് നബിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏകദൈവ വിശ്വാസമുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്ന ആര്യ സമാജ് പറയുന്ന മാതിരി, ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, ആര്യ സമാജ് പറയുന്ന മാതിരി ഏകദൈവമായിരുന്നുണ്ടായിരുന്നത്, പിന്നീടാണ് ബിംബപ്രതിഷ്ഠ വന്നത് എന്നൊക്കെ അദ്ദേഹം വാദിക്കുന്നത്. അതിനുള്ള സ്കോളർലി ആയിട്ടുള്ള അദ്ദേഹത്തിന് ഒരു പാണ്ഡിത്യം അദ്ദേഹത്തിനില്ല. പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇസ്ലാം മതത്തിനകത്തുള്ള ഇത്തരത്തിലുള്ള ഖുർആന്റെ വ്യാഖ്യാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ മതത്തിന്റെ ശീലങ്ങളൊക്കെ പുതുതായി വ്യാഖ്യാനിച്ചോ ഒക്കെ ഈ മതപ്രഭാഷണം നടത്തി സക്കീർ നായിക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിനെ നിങ്ങളെപ്പോലുള്ളവർ എതിർക്കുമ്പോൾ മതത്തിനകത്തുള്ള ആളുകൾ തമ്മിലുള്ള ഒരു തർക്കമായി അത് അക്കാദമികമായോ ഒക്കെ മുന്നോട്ട് പോകേണ്ട ഘട്ടം ആയിരുന്നു. പക്ഷെ അതല്ലല്ലോ ഇപ്പോൾ വരുന്നത്. സലഫികളുടെ ഇടയിൽ തന്നെയുള്ള തർക്കങ്ങൾ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അത് മാറി ഇപ്പോൾ ഈ ISന്റെ പ്രശ്നങ്ങൾ, കേരളത്തിൽ നിന്ന് തീവ്രവാദത്തിലേക്ക് പോകുന്ന ചെറുപ്പക്കാരുടെ ചർച്ചകളൊക്കെ വരുമ്പോൾ, ബംഗ്ലാദേശിലെ ടെറർ അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഈ പേര് കൂട്ടിച്ചേർത്ത് വരുമ്പോൾ, അത് അവിടെ പിൻവലിക്കുമ്പോഴും ഇവിടെ നിലനിൽക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള നടപടികൾ ഇന്ത്യയിൽ നടക്കുന്നതായി ഡോക്ടർ ഫസൽ ഗഫൂറിന് തോന്നുന്നുണ്ടോ? ഉണ്ടല്ലോ. കാരണം ഞാൻ പറഞ്ഞുതരാം, ഇന്ത്യയിലെ മുസ്ലിം സെമിനാരികളായിട്ടുള്ള ദിയോബന്ധും ബറേലിയും, ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും രണ്ട് വിഭാഗം. ആ ദിയോബന്ദ് എത്രയോ ഫത്വകളൊക്കെതിരായിട്ട് യൂട്യൂബ് ചെക്ക് ചെയ്യൂ, എത്ര ഫത്വകൾ അദ്ദേഹത്തിനെതിരെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബറേലികൾ, അതായത് ബറേലി സൂഫി വിഭാഗത്തിൽ വിശ്വസിക്കുന്നവർ, അവർ ഇദ്ദേഹത്തിനെതിരാണ്. ബംഗ്ലാദേശ് ഒരു സൂഫി വിഭാഗത്തിൽ കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്ന രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിൽ ഇസ്ലാമിസ്റ്റുകൾ, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയും സലഫികളായിട്ട് ഭയങ്കര കടും പോരാട്ടം നടക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അത് ഇസ്ലാമിന്റെ ഉള്ളിൽ മുസ്ലിം, പ്രത്യേകിച്ച് അന്തർദേശീയ ഇസ്ലാം, നമ്മുടെ മുല്ലപ്പൂ വിപ്ലവത്തിന് ശേഷം ഒരു ഭാഗത്ത് ഇസ്ലാമിസ്റ്റുകളും മറ്റേ ഭാഗത്ത് നമ്മുടെ എന്താ പറയുക യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയിൽ വിളിക്കുന്ന സിംഗിൾട്ടിക് ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആൾക്കാരും തമ്മിലൊരു പോരാട്ടമുണ്ട്. അവരെ സെക്കുലാരിസ്റ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആ പോരാട്ടത്തിൽ ഒരു അന്തർദേശീയ എവാഞ്ചലിസ്റ്റ് ആയിട്ടുള്ള സക്കീർ നായിക്ക് പോയി തലയിടുകയാണ്. ഞാൻ പറഞ്ഞല്ലേ,
അപ്പൊ നമ്മളിവിടെ ഒരു കേരളത്തിൽ ഇരുന്നുകൊണ്ടോ അല്ലെങ്കിൽ മലപ്പുറത്ത് ഇരുന്നുകൊണ്ടോ ഇരുന്ന് സക്കീർ നായിക്കിനെ പറ്റിയിട്ട് വിശകലനം ചെയ്തിട്ട് കാര്യമില്ല. അതൊരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ വിഷയമായിട്ട് നമ്മൾ കാണണം. ഒരു കാര്യം ഞാൻ തീർത്ത് പറയാ, സക്കീർ നായിക്ക് ഒരിക്കലും തീവ്രവാദത്തിന്റെ കൂടെ നടക്കുന്ന ആളല്ല. എനിക്ക് വ്യക്തിപരമായിട്ട് സക്കീർ നായിക്കിന്റെ പിതാവിനെ അടക്കം അറിയുന്ന ആളാണ്. ആ കുടുംബത്തെ 10, 30, 40 വർഷമായിട്ട് എനിക്ക് നല്ലോണം അറിയുന്ന ആൾക്കാരാണ്. അവർ ഇവാഞ്ചലിസ്റ്റുകളാണ്. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ കാഴ്ചപ്പാട് പ്രചരണം എന്നും പറയാൻ പറ്റില്ല, ഡിബേറ്റുകൾ നടത്തുന്നു. തർക്കശാസ്ത്രത്തിൽ വിദഗ്ധനാണ് മോഹൻദാസ്. ഇത്തരത്തിൽ മതപ്രഭാഷണം നടത്തി മതത്തിനകത്തുള്ള സൈദ്ധാന്തികമായ തർക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കേണ്ട ആൾ, ആ രീതിയിൽ മുന്നോട്ട് കാണേണ്ടിയിരുന്ന സക്കീർ നായിക്ക് ഇപ്പോൾ IS-മായി കണക്ട് ചെയ്യപ്പെടുന്നു. ഇവിടെ കേരളത്തിൽ നിന്ന് കാണാതായവർ വരെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടു എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നു. അങ്ങനെ അല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ എതിർക്കുമ്പോഴും ഡോക്ടർ ഫസൽ ഗഫൂറിനെ പോലുള്ളവർ പറയുമ്പോൾ ഈ രീതിയിലൊരു ഇമേജ് എന്തുകൊണ്ടാണ് ഇപ്പോൾ നിർമ്മിക്കപ്പെടുന്നത്? ശ്രീ TG മോഹൻദാസ്, താങ്കളോടായിരുന്നു ചോദ്യം. ഞാൻ ചോദ്യം കേട്ടില്ല ലാൽ. അതായത് ഇപ്പോൾ സക്കീർ നായിക്ക് മതത്തിനകത്തുള്ള ഈ പരിഷ്കരണത്തിൻ്റെയും അല്ലെങ്കിൽ പഴമയുടെയും തർക്കങ്ങളുടെ ഭാഗമായി മതപ്രഭാഷണം നടത്തി മുന്നോട്ട് പോകേണ്ട രീതിയിലാണ് ഡോക്ടർ ഫസൽ ഗഫൂറിനെ പോലുള്ളവർ കാണുന്നത്. അദ്ദേഹം ഒരുപക്ഷെ പല നിലപാടുകൾ എടുക്കുന്നുണ്ടാകാം. അതിനെ എതിർക്കുമ്പോഴും മതത്തിനകത്തുള്ള തർക്കമാണത്. ആ തർക്കത്തിൻ്റെ ഭാഗമായി കാണാതെ IS-ഉമായും തീവ്രവാദവുമായി കണക്ട് ചെയ്യപ്പെടുന്ന സക്കീർ നായിക്കിനെ ഇപ്പോൾ ആർക്കാണ് ആവശ്യം? ലാൽ, ഇത് കൺമുമ്പിൽ എലിഫൻ്റ് ഇൻ ദ റൂം എന്ന് പറയുമല്ലോ, മുറിക്കകത്തെ ആനയെ ലാൽ കാണുകയില്ല എന്ന് തീരുമാനിച്ചാൽ ഞാൻ തോറ്റുപോകും. ലാൽ ആവർത്തിച്ച് ചോദിച്ചു, മഹാരാഷ്ട്ര സർക്കാരിന് തെളിവ് കൊടുത്തു എന്ന് ഞാൻ നിലവിളിക്കുന്നു. ലാൽ കേൾക്കാൻ തയ്യാറില്ല. ലാൽ എന്നെ ഇൻറ്ററപ്റ്റ് ചെയ്യും, ലാൽ പ്രസംഗിക്കും, ഞാൻ പറയുന്നത് കേൾക്കില്ല, എന്നിട്ട് ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല എന്ന് ലാൽ വിലപിക്കും. അതുകൊണ്ടൊന്ന് സമാധാനമായിരിക്കും, ഞാൻ പറയുന്നൊന്ന് കേൾക്കുക. കേരളത്തിൽ നിന്ന് പുറത്തു പോയ ആൾക്കാർ അവർ IS-ൽ പോയോ ഇല്ലെന്ന് ഇപ്പോഴും സ്ഥിരീകരണം ഇല്ലല്ലോ. പക്ഷേ അവരിൽ കുറഞ്ഞത് 3 പേര് സക്കീർ നായിക്കിനാൽ പ്രഭാവിതരായിരുന്നു എന്ന് അവരുടെ ബന്ധുക്കൾ പറഞ്ഞത് എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളിലും വന്നല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. അതുകൊണ്ടാണ് മരണപ്പെട്ട ആ തീവ്രവാദികൾ ഡാക്കയിലെ പൊട്ടിത്തെറിച്ചവരുടെ ബന്ധുക്കൾ പറഞ്ഞതല്ല വാർത്ത, അവിടെയുള്ള ഡെയിലി സ്റ്റാർ എന്ന പത്രം പറഞ്ഞതാണ്. ആദ്യത്തെ ദിവസം ഡെയിലി സ്റ്റാർ പറഞ്ഞത് അതിൽ ഒരാൾക്ക് സക്കീർ നായിക്കുമായി ബന്ധമുണ്ട് എന്നാണ്. രണ്ടാമത്തെ ദിവസം മറ്റൊരു പത്രം പറഞ്ഞു, അത് വർണ്ണിച്ചു വന്നപ്പോൾ 2 പേരായി മാറി. ഇന്ന് അത് രണ്ടും പിൻവലിക്കപ്പെട്ട നിലയിലാണ്. അവിടെയാണ് എന്തുകൊണ്ട് ഇപ്പോഴും നമ്മുടെ ചർച്ചകളിൽ അത് നിലനിൽക്കുന്നു എന്ന ചോദ്യം വരുന്നത്. അത് ആ ചോദ്യം വരുന്നതിന് മുമ്പേ എന്നെ ഇൻറ്ററപ്റ്റ് ചെയ്യുകയും എൻ്റെ മൈക്ക് ഓഫ് ചെയ്യുകയും ചെയ്യുമ്പോൾ എന്നോടൊന്ന് പറയാനുള്ള മര്യാദ ലാൽ കാണിക്കണം. ഞാൻ ഇടപെടുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തിക്കോളാം. ഞാൻ വിഡ്ഢിയെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. മൈക്ക് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എണീറ്റ് പോയിക്കോളാം. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂലാൽ, പ്ലീസ് ഒന്ന് കേൾക്കൂ മുഴുവൻ. ഞാൻ പറയുന്നതൊന്നും മുഴുവൻ കേൾക്കൂലാൽ. എന്നാണ് നിങ്ങൾ കേൾക്കാൻ പഠിക്കുന്നത്? നിങ്ങളൊന്ന് കേൾക്കും. നിങ്ങൾ ഡോണ്ട് ഇന്ററപ്റ്റ് മീ. വാട്ട് ഈസ് ദിസ്? നിങ്ങൾ ഇങ്ങനെ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ സംസാരിക്കുന്നത് എങ്ങനെയാ? എനിക്ക് നിങ്ങൾ പ്രസംഗിച്ചോ? സമയത്തിന്റെ പരിമിതി കൊണ്ട് നിങ്ങൾ ഇടപെട്ടോളൂ, പക്ഷേ ഇടപെടുകയാണെന്ന് പറയണം. എന്നെ വിഡ്ഢിയാക്കുന്ന പോലെ മൈക്ക് ഓഫ് ചെയ്തതിനാൽ എന്നിട്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ടൈം ഡിലേ കൊണ്ട് ഞാനും സംസാരിച്ചുകൊണ്ടിരിക്കുക, ഒന്നും കേൾക്കാതിരിക്കുക. ഇതെന്തൊരു ഏർപ്പാടാണ്? ഞാൻ സംസാരിക്കുന്നത് കേരളത്തിൽ മിനിമം 3 പേരെങ്കിലും സക്കീർ നായിക്കിനാൽ പ്രഭാവിതരായി എന്നുള്ള വാർത്ത താങ്കൾ കണ്ടോ ലാൽ? ഞാൻ അവരെ പറ്റിയാണ് പറയുന്നത്. താങ്കൾ എന്തിനും അതിന്റെ തെളിവ് കൊടുക്കേണ്ട ഭരണകൂടം ആ തെളിവ് എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നതാണ് ചോദ്യം. ഇത് നാളെ TG മോഹൻദാസിനും അപകടമുണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ഏത് ചോദ്യം? എന്ത് അപകടം ഉണ്ടാക്കുമെന്ന് ഈ കേരളത്തിൽ നിങ്ങളുടെ അന്വേഷണ ഏജൻസികൾ എവിടെ കണ്ടുപിടിച്ചു?
വാർത്തയല്ലാന്ന് ചാനൽ വാർത്താ ചാനൽ ഫക്രുദ്ദീൻ അലി അതിനെക്കുറിച്ചൊരു അദ്ദേഹം വായിച്ചതൊന്ന് പറയുന്നുണ്ട്, കേൾക്കൂ. മരുമകൻ സക്കീർ നായിക്കിനെ കണ്ടു, ഒറ്റ കാര്യം കണ്ണിലേക്ക് നോക്കാൻ പറഞ്ഞു. ഒറ്റ കാര്യം, ഞാൻ ഈ കാര്യം റിപ്പോർട്ടിൽ അന്ന് വന്ന സമയത്ത് ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് കേട്ട സമയത്ത് സാധ്യത ഉണ്ട് എന്ന് തന്നെ വിശ്വസിച്ച ആളാണ്. പക്ഷേ പിറ്റേന്ന് ഞാൻ വന്ന് രാവിലെ ന്യൂസ് കേൾക്കുന്ന സമയത്ത് അവർ ആ പ്രസ്താവന എന്താ തിരുത്തി എന്ന് പറഞ്ഞ് ന്യൂസ് കണ്ടു. ഇതിലിപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. അങ്ങേക്ക് വ്യക്തത ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് സ്ഥലകാലങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും കൂടി അത് ഗുണകരമായി തരും. ശരി. രണ്ടാമത്തെ കാര്യം, ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പലപ്പോഴും എനിക്കും അനുഭവം ഉണ്ടായി. കൈരളി എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ ചാനൽ അതേപോലെ ഞാനല്ല, ഞാൻ ഇടതുപക്ഷക്കാരനുമാണ്. എനിക്ക് ഈ അനുഭവം ഉണ്ടായിട്ട് അത് സാറിനോട് തങ്ങളോട് ഏതെങ്കിലും രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ട്, ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഈ ഫത്വ നമ്മുടെ സൽമാൻ ഹുസ്ദീന്റെ കാര്യത്തിൽ ഏറ്റവും ശക്തമായിട്ട് സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രം ശ്രീ ടി.ജി. മോഹൻദാസ് ഇടതുപക്ഷത്തിന്റെ ചാനൽ എന്നുള്ള നിലയ്ക്കല്ല ന്യൂസ് ആൻഡ് ന്യൂസ് ചർച്ചയിൽ അതിഥികളെ എല്ലാം വിളിച്ചിട്ടുള്ളത്. ആ രീതിയിലല്ല ചർച്ച മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. സമയത്തിന്റെ പ്രശ്നമുണ്ട് എന്നുള്ളത് അങ്ങേക്കും അറിയാം, അങ്ങ് ഒരു മാധ്യമ പ്രവർത്തകനാണ്. എന്തായാലും ഇന്നത്തെ ദിവസം ഈ ചർച്ച ഈ രീതിയിൽ മാത്രമേ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കൂ എന്നുള്ളത് സമയത്തിന്റെ പ്രശ്നം കൊണ്ടാണെന്ന് ദയവായി മനസ്സിലാക്കണം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ടി.ജി. മോഹൻദാസ്, ഡോക്ടർ ഫസൽ ഗഫൂർ, ശ്രീ മായിൻ ഹാജി, ശ്രീ ഫക്രുദ്ദീൻ അലി, ശ്രീ ഒ അബ്ദുള്ളയ്ക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുത്തത് രാഷ്ട്രീയ പകപോക്കലെന്ന തുഷാർ. VS-നും VM സുധീരനും വെള്ളാപ്പള്ളിയുടെ രാജി ആവശ്യപ്പെടാൻ അർഹതയില്ല എന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു.